ഇന്ന് പീച്ചങ്ങായും കൊഞ്ചും കൂടെ ഒരു റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു 10 കൊഞ്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത വലിയ കൊഞ്ച്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത്തിരി വെള്ളം വേണ്ട, ഒരു 1/4 കപ്പ് വെള്ളം മതി. 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഒരു പീച്ചങ്ങ ഞാനെല്ലാം അരിഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്തെല്ലാം അരിഞ്ഞ് കഴുകി എല്ലാം വെച്ചേക്കുന്നതാണ്. ഇത് 20 ചെറിയ ഉള്ളിയുണ്ട്. ചെറിയ ഉള്ളി ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്ത് വെക്കാം. കൊഞ്ചൊന്ന് വേകുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിയൊക്കെ വഴട്ടാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കുറച്ച് കടുക്, കറിവേപ്പില, വെളുത്തുള്ളി ഉള്ളിയും കൂടെ ചതച്ച് വെച്ചത്. ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സാണ്, അതും ഇതിലിടാം. അതിലേക്ക് കുറച്ച് ഉപ്പിടാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ പീച്ചങ്ങ അരിഞ്ഞ് വെച്ചേക്കുന്നത് അതിലേക്ക് ഇടാം. കൊഞ്ച് വെച്ചിട്ടിപ്പം 5 മിനിറ്റായി, അത് ഇത് ചേർക്കാം. ഇനി ഇത് ചെറിയ തീയിലൊരു 2-3 മിനിറ്റ് വെക്കാം. ഇപ്പം 5 മിനിറ്റായി വെച്ചിട്ട് നോക്കാം. ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ശരി ഇത്രയും വേണ്ടാന്നുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ടാൽ മതി. എല്ലാ പച്ചമുളകും കുരുമുളകും ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഇത് ഓഫാക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം.